ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വധിക്കുകയുമുണ്ടായി. സുക്മ ജില്ലയിലായിരുന്നു ഏറ്റുമുട്ടൽ. സ്ഥലത്ത് പരിശോധന തുടരുന്നതായി സുരക്ഷാ സേന വ്യക്തമാക്കിയിട്ടുമുണ്ട്. എസ് നന്ദഗോപൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നന്ദൻ, കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ മാവോയിസ്റ്റ് വേട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഏറ്റുമുട്ടലിലുള്ള വിവരങ്ങൾ. ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. സുഷമ ജില്ലയിലെ കോണ്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബെൽപോച്ച ഗ്രാമത്തിലാണ് ഇന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെയാണ് കൊല്ലാൻ കഴിഞ്ഞത്. അതേസമയം കൂടുതൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഈ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താകെ പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെ ഇപ്പോൾ ഈ സർക്കാർ ഈ വർഷം 114 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് ഛത്തീസ്ഗഡിൽ ഇതുവരെയായിട്ടും സുരക്ഷാ സേന വധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ നാരായൺപൂർ അടക്കം വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട നടന്നിരുന്നു. അതിൽ ഏതാണ്ട് 7 കമ്മ്യൂണിസ്റ്റ് ഭീകരരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. ഇങ്ങനെ നിരന്തരം ഛത്തീസ്ഗഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി സുരക്ഷാ സേന ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയതുപോലെ അടുത്ത നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഈ മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്നുള്ള ഒരു ലക്ഷ്യം കൈവരിക്കുവാനുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗം കൂടിയാണ് ഈ സുരക്ഷാ സേന ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.